ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ, കിച്ചണിലെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് കറക്റ്റ് അളവിൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഈവനിങ് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചായ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിലീഷ്യസ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനേക്കാൾ മുൻപ് ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 4 വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 4 വൈറ്റ് ബ്രെഡിന് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 കോഴിമുട്ടയാണ്. നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഇട്ടിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അധികം പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് സിനമൺ പൗഡറാണ്. സിനമൺ പൗഡർ എന്ന് വെച്ചാൽ എന്താ അതിന് മലയാളത്തിൽ പറയാ ഓർക്കുന്നില്ലല്ലോ, അറുവപ്പട്ട. പിന്നെ ഞാൻ എഴുതിയതിൽ കുറച്ച് വാനില എസൻസ്, മുട്ടയുടെ പച്ചമണം പോകാൻ വേണ്ടിയാണ് ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ ലംസും സിനമൺ പൗഡറിൻ്റെ എല്ലാ ലംസും പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 4 വൈറ്റ് ബ്രെഡാണ്, സാധാരണ ബ്രെഡാണ്, വൈറ്റ് ബ്രെഡ്. അപ്പോൾ ഞാൻ സ്റ്റൈലായിട്ട് 4 കഷ്ണമാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്താണ് ട്രയാങ്കിൾ ഷേപ്പായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാ പീസസും ഇതുപോലെ വെച്ചിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രെഡ് നമുക്ക് ആ മിക്സ്ചറിൽ മുക്കിയെടുക്കണം. അതിനേക്കാൾ മുൻപേ നമ്മൾ ചെയ്യേണ്ടത് പാന് ചൂടാക്കണം. പാന് ചൂടാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. പാന് ചൂടാക്കി വെച്ച ശേഷം മാത്രമേ നമ്മൾ ബ്രെഡ് ആ മിക്സ്ചറിൽ മുക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഞാൻ 1 കഷ്ണം ബട്ടർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ബട്ടർ ഇടാം. ഞാൻ 1 കഷ്ണം ബട്ടർ ഇതിലിട്ട് നല്ലപോലെ എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും മിക്സായി നല്ല പോലെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്ത് കാച്ചിയെടുക്കാം. രണ്ടാമത്തെ കഷ്ണം കൂടി ഞാൻ ഇട്ടു. ഇനിയിപ്പോൾ 3ാമത്തെ കഷ്ണം കൂടി ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. 3ാമത്തെ കഷ്ണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഡിപ്പ് ചെയ്തത് കണ്ടോ, വെളുത്തായി വീർത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാന് ചൂടാക്കിയ ശേഷമേ നമുക്ക് ബ്രെഡ് ആ മിക്സറിലോട്ട് ഇടാൻ പാടില്ലോ എന്ന്. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് കൂടി നമുക്ക് പൊരിഞ്ഞ് വരാൻ വേണ്ടി അടുത്ത ഭാഗം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, കാണുന്നുണ്ടോ? നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത എല്ലാ ബ്രെഡ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ബ്രെഡ് അല്ലല്ലോ, ഫ്രഞ്ച് ടോസ്റ്റ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് കഷ്ണങ്ങൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ എക്സ്ട്രാ ബട്ടർ കൂടി എടുത്തിട്ട് ഫ്രൈ എടുക്കുന്നുണ്ട്. ഇതുപോലെ ബട്ടർ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ നമുക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, എപ്പോഴും നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് വെച്ച ബ്രെഡ് അതിൽ തന്നെ ഇങ്ങനെ വീർത്ത് പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സൈഡ് കൂടി ഞാൻ
മറിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട പൊരിച്ചത്, ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. പെട്ടെന്ന് രാവിലെ ചായക്കൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, പിന്നെ എന്തെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ചായക്കൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അവരും ഹാപ്പിയാണ്, നമുക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ഫ്രഞ്ച് ടോസ്റ്റും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ എടുത്ത് ഞാൻ സ്റ്റൈലായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി. ഇപ്പോൾ ഇതുപോലെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുള്ളത് മേപ്പിൾ സിറപ്പാണ്. നിങ്ങൾ വീട്ടിൽ ഹണി ഉണ്ടെങ്കിൽ ഹണി കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.